നിങ്ങളെ വഴി നടത്തുന്നു. അഹ്റോനെ പോലെ ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും ഒക്കെ പിതാവിൻ്റെ കരങ്ങൾക്ക് ബലം കൊടുക്കുന്നു. എന്നാൽ നിങ്ങൾ അനന്യ സാധാരണമായിട്ടുള്ള ഔദാര്യത്തോടുകൂടെ ഈ രൂപതയുടെ തീർത്ഥാടനത്തിൽ കരം കോർത്ത് കൂട്ടുപങ്കാളികളും ഉത്തരവാദികളുമായിട്ട് മാറുന്നു. പിതാവിനെ എൻ്റെ ഹൃദയങ്ങൾ വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കണ്ടേന്ന് അറിയില്ല. Please accept my heartfelt appreciation and congratulations for your great achievement. ഇന്ന് സെപ്റ്റംബർ 21 തീയതിയാണ്. സ്നേഹന്മാരിലെ എനിക്ക് തോന്നുന്നത് കച്ചവടക്കാരനായിട്ടുള്ള ഒരാളേ ഉള്ളൂ. തൃശ്ശൂർക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ലേവിയാണ്. തോമസ് ലേവി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ സ്നേഹന്മാർ വേറെ കൊടുക്കുന്നു, യൂദാസിനെ മാറ്റി നിർത്തിയാലേ. പക്ഷെ നമ്മുടെ കാരണവന്മാര് തോമസ് ലേവി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് കൊടുത്തിട്ടുള്ളത് മത്തായിയുടെ പേരാണ്. കച്ചവടത്തിന് വലിയ പ്രാധാന്യം നമ്മുടെ കാരണവന്മാർ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ ആരെങ്കിലും ഒരാൾ മത്തായി ഉണ്ടാകും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ധാരാളം അച്ഛന്മാര് മത്തായിമാരുടെ മക്കളാണ്, അല്ലെങ്കിൽ അവർ മത്തായിമാരാണ്. Please accept my heartfelt festal greetings on the day of your patron's feast of your patron's saint. Congratulations അച്ഛന്മാരെ. മത്തായിമാർക്ക് എല്ലാവർക്കും കാരണന്മാരൊക്കെ ഓർത്തേക്കണം. ആ മത്തായിമാരുള്ളത് കൊണ്ട് നമ്മളിന്ന് ജീവിക്കുന്നത്. സ്നേഹമുള്ളവര്, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷവും ഇന്ന് ആഘോഷിക്കുന്ന തിരുനാളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന 1-2 ചെറിയ ചിന്തകൾ മാത്രമേ ഞാൻ ഈ ദിവസം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തൃശ്ശൂരിൽ ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ജൂബിലി മിഷൻ. അവിടെ പഠിച്ച ഒരുപാട് പേരുകൂടി ഉണ്ടെന്ന് എനിക്കറിയാം. അവിടെ 60 കൊല്ലം ജോലി ചെയ്ത ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ എച്ച് നെടുമ്പാല. മിഷൻ ആസ്പത്രി 60 വർഷത്തിൻ്റെ ജൂബിലി കൊണ്ടാടിയപ്പോൾ ഡോക്ടർ എടൻവാലയുടെ 90ാമത്തെ ജന്മദിനമായിരുന്നു. കാരണം അയാൾ 30 വയസ്സിൽ അവിടെ വന്നതാണ്. ഒരിക്കലും പിന്നെ അവിടുന്ന് പോയിട്ടില്ല. He continued till his death in Trichy as the surgeon DMO. അദ്ദേഹത്തിന് പൗരാവലി തൃശ്ശൂരിലെ വലിയ ഒരു ആദരവ് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഒരുപക്ഷെ ഇന്നത്തെ ദിവസം മത്തായി ശ്രീഹയുടെ തിരുനാളിനോടനുബന്ധിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ വന്നത് 1 വർഷം അല്പം എക്സ്പീരിയൻസ് വാങ്ങിച്ചിട്ട് ബോംബെയിലേക്ക് തിരിച്ചു പോകാനാണ്. ഞാൻ വന്ന ശേഷം ഒരിക്കലും പിന്നെ ബോംബെയിലേക്ക് മടങ്ങി പോകാൻ തോന്നിയിട്ടില്ല. ഞാനിവിടെ തന്നെ നിന്നു. 60 വർഷങ്ങൾ എങ്ങനെ കടന്നുപോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ വന്നപ്പോൾ 5 ബെഡിൽ തുടങ്ങിയ ഒരു ആസ്പത്രിയാണ്, ഡിസ്പെൻസറി ആയിട്ട് തുടങ്ങിയ ആസ്പത്രിയാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റല്. ഇന്ന് മെഡിക്കൽ കോളേജാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. മെഡിക്കൽ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും അവിടെ ഉണ്ട്. എന്തുമാത്രം വളർന്നുണ്ട്. പക്ഷെ ഞാനിപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഇവിടെ തങ്ങി? ഞാൻ എന്തുകൊണ്ട് ഇവിടുന്ന് വിട്ടുപോയില്ല? അദ്ദേഹം ഗദ്ഗത കണ്ടനായിട്ട് പറഞ്ഞു,
ഇവിടെ പരിശുദ്ധ കുർബാനയുടെ മുൻപില് എല്ലാ ഡോക്ടർമാരും നഴ്സുമാരും ഒന്നിച്ചു ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ഞാൻ ബാപ്റ്റൈസ്ഡ് ക്രിസ്ത്യൻ അല്ലെങ്കിലും ഒരു ബിലീവ്ഡ് ക്രിസ്ത്യനായിട്ട് മാറ്റാൻ എന്നെ സഹായിച്ചത് അവന് നിന്റേതല്ലാതെ മറ്റു കാര്യങ്ങളില്ല. Could you give your hand so that Jesus can continue his mission and ministry? ഞാൻ എൻ്റെ ഹെൽത്ത് കെയർ മിനിസ്ട്രി ഒരു പ്രൊഫഷനായിട്ട് കണ്ടിട്ടില്ല. ഇറ്റ് ഈസ് മൈ വൊക്കേഷൻ. അതിന് ഒരുപാട് ലക്ഷങ്ങൾ തന്നിട്ട് ഇവിടുന്ന് പറിക്കാൻ പറ്റും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. കാരണം here I have a role that my health care mission is not my profession but it is my vocation. ഞാൻ ഇത് നിങ്ങളോട് ഇന്ന് മത്തായി ശ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പറയുന്നത്, മത്തായി ശ്ലീഹയെ ചുങ്കസ്ഥലത്ത് നിന്ന് കർത്താവ് പിടിച്ചതാണ്. പക്ഷെ മത്തായി കർത്താവിൻ്റെ സുവിശേഷം ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിച്ച സുവിശേഷത്തിലെ വെറോനിക്കയുടെ വെള്ളശിലയാണ്. മത്തായിയെ പോലെ കർത്താവിനെ ഇത്ര കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സുവിശേഷകനില്ല. ഞാൻ മത്തായി ശ്ലീഹയുടെ തിരുനാൾ കൊണ്ടാടുന്ന ഈ നല്ല ദിവസം നിങ്ങളോടൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ അത്ഭുതങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. We are not miracle workers, nothing. But our daily life shall spread the fragrance of the gospel. കർത്താവിന്റെ സുവിശേഷത്തിന്റെ സുഗന്ധം നമ്മുടെ കരങ്ങളിലൂടെ, നിങ്ങൾ രോഗികളെ ഉയർത്തുമ്പോൾ, അവരുടെ വേസ്റ്റ് എടുക്കുമ്പോൾ, അവരെ ചേർത്ത് പിടിക്കുമ്പോൾ, you are not doing a mere occupation, rather you are making a profession of your faith. എന്നെ കണക്ക് പഠിച്ച ഒരു അധ്യാപകൻ എന്നെ ഏറ്റവും കൂടുതൽ തല്ലിയിട്ടുള്ളത് അദ്ദേഹം പട്ടരായിരുന്നു, നമ്പൂരിയായിരുന്നു. പട്ടിക ചോദിക്കൽ അദ്ദേഹത്തിന്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചോദിക്കൽ അദ്ദേഹത്തിന് ഭ്രാന്തായിരുന്നു. ഞാനൊരു പ്രാവശ്യം അടികൊണ്ട് തൊപ്പിട്ടപ്പോൾ ഞാൻ ചോദിച്ചു, പൊന്ന് സാറേ ഈ ഒറ്റ സംഖ്യ വിട്ടിട്ട് 10ന്റെ പട്ടിക ചോദിക്കുക, എന്ത് എളുപ്പമുണ്ട് കാര്യങ്ങൾക്ക്. അപ്പൊ പറഞ്ഞു, നിന്നെ ഞാൻ കൊത്തുകളയും. എന്റെ പട്ടത്തിന് ഞാൻ അദ്ദേഹത്തെ അനുഗ്രഹം വാങ്ങിക്കാൻ ചെന്നപ്പോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. മാഷിനെ ഏറ്റവും കൂടുതൽ കേൾക്കുള്ളത് 9ന്റെ പട്ടിക ചോദിക്കാനാണ്. ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത്, ഇവിടെ താൻ എന്താണ് അപ്സെറ്റ് ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാഷെ പട്ടിക ഒന്ന് ചോദിച്ചേക്കാം. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ചക്കര മൊത്തം തന്നിട്ട് പറഞ്ഞു, എടാ ഞാൻ നിന്നെ പഠിപ്പിച്ചത് കണക്കല്ല, ഞാൻ നിന്നെ പഠിപ്പിച്ചത് കണക്ക് തെറ്റാതെ ജീവിക്കാനാണ്. ഹൗ പെഡഗോജിക്കലി ഹി വാസ്. ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മളാണ് മിഷണറിമാരുടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, അവരൊക്കെ പ്രസംഗിച്ച സുവിശേഷം, എടാ ഞാൻ നിന്നെ പഠിപ്പിച്ചത് കണക്കല്ല, നീ ഒരിക്കലും ജീവിതത്തിൽ കണക്ക് തെറ്റാതെ ജീവിക്കാൻ പാടില്ല. When we celebrate the beautiful feast of an apostle and an evangelist, I will request you, you are called to write the gospel of the Lord by your ministry. നിങ്ങൾ മഷി കൊണ്ട് എഴുതുന്നില്ലായിരിക്കാം, പക്ഷെ you are writing the gospel of the Lord. വെളിപാടിന്റെ പുസ്തകത്തിൽ അവസാനം പറയുന്നുണ്ട്, എല്ലാം എഴുതി തീർന്നിട്ടില്ല, പക്ഷെ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്ന ആ പ്രയോഗം എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് സത്യമാണ്. എഴുതി തീർക്കാൻ സുവിശേഷകർക്ക് പറ്റാത്തത് എഴുതി തീർക്കാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് കഴിയട്ടെ.